ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നല്ല ടേസ്റ്റിൽ നല്ല സോഫ്റ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായി ഞാനിവിടെ 2 കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ട വെള്ളത്തിൻ്റെ കണക്ക് 2 കപ്പ് അരിപ്പൊടിക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കിനാണ്. ഇനി ആ വെള്ളത്തിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ചെറുതായി ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമ്മുടെ പൊടിയിലേക്ക് ഒന്ന് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് നമുക്കൊരു 2 സ്പൂൺ നെയ്യോ 2 സ്പൂൺ വെളിച്ചെണ്ണയോ ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഇടിയപ്പത്തിൻ്റെ അച്ചിലേക്ക് അത് ചേർത്ത് കൊടുത്ത് നമ്മൾ സാധാരണ തയ്യാറാക്കും പോലെ തന്നെ തേങ്ങയിട്ട് നമുക്ക് ഇടിയപ്പം തയ്യാറാക്കി എടുക്കാം. ഇനി ഒരു ഇടിയപ്പം തയ്യാറാക്കുമ്പോൾ നമുക്കൊരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി. നല്ല സോഫ്റ്റ് ഇടിയപ്പം ഇവിടെ തയ്യാറായി കിട്ടും. ഇനി ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ ചിലവരൊക്കെ ഇടിയപ്പം തയ്യാറാക്കി എടുക്കുമ്പോൾ അത് ഒരു 2 മണിക്കൂർ കഴിയുമ്പോൾ ഹാർഡായി പോകും. ഇതിപ്പോൾ അങ്ങനെയൊന്നുമില്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാം. നല്ല സോഫ്റ്റ് ഇടിയപ്പം ഇതുപോലെ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് ഫോർ വാച്ചിങ്. ബൈ.